ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഒരു കൂട്ട് റെഡിയാക്കിയെടുക്കുക. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോകണ്ട. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം വരുന്ന ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ബ്രെഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിൻ്റെ പീസും മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പം എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതിലെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.